മറുഭാഗത്ത് പ്രകൃതി ദുരന്തമുണ്ടായി മരണപ്പെട്ടുപോയ മനുഷ്യരും വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലു ഇമ്രാൻ അഥവാ ഇമ്രാൻ എന്നവരുടെ കുടുംബം, ഇമ്രാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അദ്ദേഹം നബിയാണെന്നും അതല്ല വലിയാണെന്നും വലിയൊരു ആലിമായിരുന്നു എന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ പണ്ഡിത ലോകത്ത് ഉണ്ട്. എന്നിരുന്നാലും ശരി തന്നെ, മറിയം ബീവി റളിയല്ലാഹു അൻഹായുടെ പിതാവായ ഇമ്രാൻ അലൈഹിസ്സലാത്തു വസ്സലാം എന്നവരുടെ മക്ബറയാണ് ഈ കാണുന്നത്. ഈ മക്ബറയുടെ പഴയകാലത്തെ ഫോട്ടോ ഇവിടെ ചുവരിൽ കൊടുത്തിരിക്കുന്നത് കാണാം. അടുത്തതായി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് സാലിഹ് നബിയുടെ സ്മരണകൾ ഉണർത്തുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു പാറയിൽ സാലിഹ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല മുഅ്ജിസത്തായി നൽകിയ ഒട്ടകത്തിന്റെ കാൽപ്പാടുകൾ പതിഞ്ഞിരിക്കുന്നതായി കാണാം. സാധാരണ മണ്ണിലാണല്ലോ കാൽപ്പാടുകൾ പതിയാറുള്ളത്. എന്നാൽ ഇവിടെ പാറയുടെ മുകളിൽ ഒട്ടകത്തിന്റെ കാൽപ്പാട് മണ്ണിലെന്നതുപോലെ പതിഞ്ഞിരിക്കുന്നത് കാണുന്നത് അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയാണ്. ഈ കാണുന്നതാണ് ഗൾഫിലെ കേരളം എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതിയോടുകൂടെയുള്ള പ്രദേശം. ഇതിലെ പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ചേരമാൻ പെരുമാൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, പിൽക്കാലത്ത് ഇസ്ലാമതം സ്വീകരിച്ച് താജുദ്ദീൻ റളിയല്ലാഹു അൻഹു എന്ന പേര് സ്വീകരിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചന്ദ്രനെ പിളർത്തിയ മുഅ്ജിസത്ത് കേരളത്തിൽ നിന്ന് ദർശിച്ച് അറേബ്യയിൽ പോയി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ട് ഇസ്ലാം മതം സ്വീകരിച്ച് തിരിച്ചു വരുന്ന വഴിയിൽ സലാലയ്ക്ക് സമീപത്തുള്ള സമുദ്രഭാഗത്ത് വെച്ച് വഫാത്തായി പോയ മഹാനായ മലിക്കുൽ ഹിന്ദ് താജുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ. കേരളത്തിലെ ഏതോ ഗ്രാമപ്രദേശമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഇടതൂർന്നു നിൽക്കുന്ന തെങ്ങുകളും കവുങ്ങിൻ തോട്ടവും കുരുമുളക് വള്ളികളും പപ്പായ മരങ്ങളും വാഴത്തോപ്പുകളും കൊണ്ട് സമൃദ്ധമായ ഈ വഴി നേരെ ചെന്നു ചേരുന്നത് ഒരു കടപ്പുറത്തേക്കാണ്. കടപ്പുറം എന്ന് പറഞ്ഞാല് നമ്മുടെ നാടിന്റെ അതേ തനിമ നിലനിർത്തിയിട്ടുള്ള കടപ്പുറം. പടർന്നു കിടക്കുന്ന വള്ളിപ്പടർപ്പുകളും ഇടതൂർന്ന തെങ്ങുകളുമൊക്കെ ഇവിടെയും നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. إليك قلبا يذوب حبا بالنور والإيمان إليك قلبا يذوب حبا بالنور والإيمان بالنور والإيمان. ഈ കാണുന്നതാണ് കൊടൈക്കനാലിന്റെ ഭൂപ്രകൃതിയുള്ള വാദി ദർബാത്ത്. പ്രകൃതി ഭംഗി കൊണ്ട് അതിമനോഹരമായ ലാൻഡ്സ്കേപ്പുകളും പുഴയും ഒക്കെ സംഗമിക്കുന്ന നല്ല മനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണിത്. أبغي در السماء وصار عمري ينبوع خير يسقي بني. ഇവിടെ എത്തിയപ്പോൾ മുതലുണ്ടായ ഒരു ആഗ്രഹമാണ് കുന്തിരിക്കത്തിന്റെ വൃക്ഷത്തിൽ നിന്ന് നേരിട്ട് കുന്തിരിക്കം പറിക്കണമെന്നുള്ളൊരു ആഗ്രഹം. ജബൽ സംഹാന്റെ വാദികളിൽ നിറയെ കുന്തിരിക്കത്തിന്റെ വൃക്ഷമുണ്ടെന്ന് അറിഞ്ഞ് പോകുന്ന വഴിയിൽ ഒട്ടകക്കൂട്ടങ്ങളെ താലോലിക്കാൻ കിട്ടിയ ഒരു അവസരം എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി. ജബൽ സംഹാന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ആകാശത്തുകൂടെ തെന്നി നീങ്ങി നടക്കുന്ന മേഘക്കൂട്ടങ്ങളെ കൈകൊണ്ട് സ്പർശിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ സാധ്യമാകും. സലാലയിലെ മറ്റൊരു അത്ഭുതമാണ് മിർബാത്തിന് സമീപത്തുള്ള ലൊക്കേഷൻ ഓഫ് ഗ്രാവിറ്റി. ആ നീല ബോർഡ് കാണുന്ന സ്ഥലത്ത് നിന്നും ചില കാര്യങ്ങളൊക്കെ ഭൂഗുരുത്വാകർഷണ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് സംഭവിക്കുന്നത്. വാഹനം ഉൾപ്പെടെയുള്ള ഉരുളുന്ന വസ്തുക്കളൊക്കെ ഇവിടെ വച്ചാൽ
അത് മുകളിലേക്ക് യാതൊരുവിധ ഫോഴ്സുമില്ലാതെ മുകളിലേക്ക് അനായാസം ഉരുണ്ടു കയറുന്ന കാഴ്ച ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുള്ള മറ്റൊരു പാഠമാണ്. സുബ്ഹാനല്ലാഹ്. يا ربي يا رحمن يا ربي يا رحمن. മിർബാത്തിൽ നിന്ന് ഹാസിക്ക് വഴി റാസ് മദരിക്കയിലേക്ക് പോകണം. അവിടെയാണ് ഇന്നത്തെ സ്റ്റേ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പോകുന്ന വഴിയിൽ കണ്ട അതിമനോഹരമായ ഒരു കടൽ പ്രദേശം, മനോഹരമായ പാറക്കെട്ടുകൾ കൊണ്ട് സമൃദ്ധമായ ചെറിയൊരു ദ്വീപ് പോലെയുള്ള ഒരു ഭാഗം, അല്പം ആഴം കുറഞ്ഞ ഭാഗത്തുകൂടെ നടന്ന് കയറാൻ പറ്റുന്ന പാറക്കൂട്ടത്തിൽ അങ്ങിങ്ങായി ഉപ്പ് രൂപപ്പെട്ട് കിടക്കുന്ന കാഴ്ചയും കാണാം. ഈ പച്ചയും ബ്രൗൺ നിറത്തിലുമൊക്കെ കട്ട പിടിച്ചു കിടക്കുന്നത് കടൽ സസ്യങ്ങളായ അഥവാ കടലിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന സസ്യങ്ങളായ സീവീഡുകളാണ്. പ്രോട്ടീൻ സമ്പുഷ്ടമായ ഒരു ഭക്ഷണ പദാർത്ഥം കൂടിയാണ് ഈ സീവീഡുകൾ. ഏതൊക്കെയോ ചരിത്രത്തിന്റെ നഗ്ന സത്യങ്ങൾ വിളിച്ചു പറയുന്ന വിധത്തിലുള്ള അടയാളങ്ങൾ നിരത്തി വെച്ചതുപോലെയുള്ള കാഴ്ചകളാണ് ഈ റോഡിലൂടെ വാഹനമോടിച്ചു വരുന്നവർക്ക് ഇരുവശവും കാണുവാനുള്ളത്. ഒരു ഭാഗത്ത് തൂവെള്ള നിറത്തിൽ നുരഞ്ഞു പൊങ്ങുന്ന പതകളോടുകൂടിയ നീല കളറിൽ വ്യാപിച്ചു കിടക്കുന്ന അതിമനോഹരമായ കടൽ, മറുഭാഗത്ത് പ്രകൃതി ദുരന്തമുണ്ടായി മരണപ്പെട്ടുപോയ മനുഷ്യരുടെ ശവശരീരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ വളരെ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മലനിരകളാണ് കാണുന്നത്. വരുന്ന വഴിയിൽ അപ്രതീക്ഷിതമായി സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ മക്ബറയിലേക്കുള്ള ബോർഡ് കണ്ട് വാഹനം അങ്ങോട്ടേക്ക് തിരിച്ചു. Thank you for watching. Like, subscribe and comment your opinions. Stay tuned for next episode from Iraqib.